നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ്. Alexa, I'm home. അത് ഫാനായാലും AC ആയാലും വിൻഡോ ഷെയ്ഡ്സ് പ്രവർത്തിപ്പിക്കുവാനായാലും ഇനി വോയിസ് കമാൻഡുകൾ മാത്രം മതി. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിഷേധ യോഗം നടത്തി. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോതമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം ഹോട്ടൽ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായ സാഹചര്യത്തിലാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. കോതമംഗലം നഗരത്തിലെ KSRTC ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരസഭാ ജംഗ്ഷനിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം നഗരസഭാ പ്രതിപക്ഷ നേതാവ് AG ജോർജ് ഉദ്ഘാടനം ചെയ്തു. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം മുറുതിമുട്ടിയ സാഹചര്യത്തിലാണ് കേരളത്തിലെ ഹോട്ടൽ ഉടമകൾ ഈ സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം, തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും പച്ചക്കറിക്കും ബിരിയാണി അരിക്കും ഒക്കെ വില വർധനവിൻ്റെ കാര്യം നമ്മുടെ ജനങ്ങൾക്കെല്ലാം അറിവുള്ളതാണ്. അത് ഒരു രീതിയിലും താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിൽ വന്ന ആ സമയത്താണ് കേരളം ഒട്ടുക്ക് ഒരു പ്രതിഷേധ സമരം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കോതമംഗലം സംസ്ഥാന വൈസ് പ്രസിഡന്റും യൂണിറ്റ് പ്രസിഡന്റുമായ VT ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ CK അനിൽ മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന സ്റ്റേറ്റ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗവും യൂണിറ്റ് സെക്രട്ടറിയുമായ CG ബെന്നി, യൂണിറ്റ് രക്ഷാധികാരി PK മുഹമ്മദ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി V അബ്ദുൽ കരീം, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ G ഗംഗാധരൻ, ആശാ ലിലി തോമസ്, യൂണിറ്റ് ട്രഷറർ സാഹിർ PK എന്നിവർ സംസാരിച്ചു. തേങ്ങ, വെളിച്ചെണ്ണ എന്നിവ വറ്റൽമുളകിന് പോലും വില ഇരട്ടിയിലേറെ വർദ്ധിച്ചിരിക്കുമ്പോൾ പല ഹോട്ടലുകളും അടച്ചു പോകേണ്ട ഒരു ഗതികേടിലാണ്. നമ്മുടെ ദേശീയ പണപ്പെരുപ്പ ശരാശരി 2.1% മാത്രമായി നിൽക്കുമ്പോൾ കേരളത്തിൽ മാത്രം പണപ്പെരുപ്പം 6.7%. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.